ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മിഷ്യൻ്റെ സൺഡേ റുട്ടീനാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ എല്ലാ സൺഡേസിലാണ് മിഷ്യൻ ക്ലീൻ ചെയ്യുക. കാരണം ആ ഒരു ആഴ്ചത്തെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് പൊടികൾ നിറയെ ആയിട്ട് മിഷ്യൻ ഒരു അവസ്ഥയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഓയിൽ കൊടുക്കില്ല. ഒരു സൺഡേ ആണ് ഓയിൽ കൊടുക്കൽ, ക്ലീനിങ് പരിപാടികളെല്ലാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സാധാ നമ്മൾ വീട്ടിൽ മെഷീൻ ഉപയോഗിക്കുന്ന എല്ലാ ദിവസമൊക്കെ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ചെയ്യുക, ഒരു വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് മോൾ ഭാഗത്തൊക്കെ നിറച്ച് പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. നമ്മളത് മൂടിയിട്ടാലും എങ്ങനെ ഇട്ടാലും ഇതുമ്പോൾ പൊടി വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എങ്ങനെ നമ്മൾ നോക്കിയാലും ഒരാഴ്ച കൊണ്ട് ഒരു അവസ്ഥയിലേക്ക് എത്തും മെഷീൻ കേട്ടോ. നമ്മളത് എന്തായാലും ക്ലീൻ ചെയ്ത് വെക്കുക. മുകൾ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗം ഇതുപോലെ എടുത്തിട്ട് തുടച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ആ സൂചി ഇറങ്ങുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് നിറയെ ഇങ്ങനെ എന്താ പറയുക, മാറാല പിടിച്ച പോലെ ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കൊടുത്ത ഓയിലിൻ്റെ ബാക്കിയൊക്കെ ഇറങ്ങി വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടാവും. പിന്നെ പൊടികൾ നിറയെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അലർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാസ്ക് വെച്ചിട്ട് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങാം കേട്ടോ. ഞാൻ മാസ്കുമ്മയാണ്. അത് മാസ്ക് ഇല്ലെങ്കിൽ തുമ്മി നമ്മൾ ചാവും. എനിക്കൊക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പിന്നെ തുമ്മി പിറ്റേ ദിവസത്തേക്ക് ജലദോഷമായി, പിന്നെ പനിയായി, അതിലേ നിൽക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് മാസ്ക് വെച്ചൊക്കെ ഇറങ്ങുക. അതുപോലെ ചൊറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് എടുക്കാനായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം തുടച്ച് കൊടുക്കുക. പിന്നെ അവിടെ ആ ഒരു ഇതല്ലേ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് നോക്കുക. നമ്മുടെ അല്ലെങ്കിൽ മിഷ്യൻ്റെ ആ ഒരു വീല് വെച്ചിട്ട് നമ്മളൊന്ന് തിരിച്ച് നോക്കുമ്പോൾ ഏതൊക്കെ പോർഷൻസിലാണോ മിഷ്യൻ്റെ ജോയിൻറ്റ്സ് ഒക്കെ അനങ്ങുന്നത്, ആ ഒരു പോർഷൻസ് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും നൂല് ചുറ്റിയിരിക്കുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ നൂല് കട്ട പിടിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ ടോർച്ച് അടിച്ച് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോബിൻ കേസ് വെക്കുന്നതിൻ്റെ അവിടെ നമുക്ക് നൂല് ചുറ്റിയിരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ചിലപ്പോൾ അവിടെ നൂല് ചുറ്റിയിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ സൂചി ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പില്ലേ, അവിടെയും ഇതുപോലെ തന്നെ നൂല് ചുറ്റിയിരിക്കാനായിട്ടൊക്കെ ഉണ്ടാവും. കണ്ടത് ആ ഞാൻ ഓയിൽ കൊടുക്കുന്ന പോർഷനില്ലേ, അവിടെയൊക്കെ ഇതുപോലെ പൊടി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കൊടുക്കുക. അത് ഇതുപോലെ ഒന്ന് തിരിച്ച് നോക്കിയിട്ട് ആ അനങ്ങുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ എന്തായാലും നിങ്ങൾ 1-2 ഡ്രോപ്സ്, ഒരുപാടൊന്നും കൊടുക്കണ്ട, 1-2 ഡ്രോപ്സ് ഓയിൽ അവിടെ ആക്കി കൊടുക്കുക. പിന്നെ മുഴുവൻ നമ്മൾ മെഷീൻ മൊത്തം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും എത്തും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴത്തെ ബോബിൻ്റെ നൂലും മുകളിലത്തെ നൂലൊക്കെ ഊരി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എല്ലാവരും ജോയിൻറ്റ് പോർഷനിലും കൊടുത്തിട്ട് ഒന്നിങ്ങനെ തിരിച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇനി നമുക്ക് മോൾ ഭാഗത്തേക്ക് വരാം. മോൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഇതിലൊക്കെ ഓയിലിന് എഴുതിയിട്ട് നമുക്ക് 1-2 ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഓയിൽ ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഒരു സൂചി വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കുത്തിയാൽ മതി. കാരണം അതിൻ്റെ ഉള്ളിൽ പൊടിയും നൂലൊക്കെ നിറഞ്ഞിട്ടിരിക്കാവും. കുറച്ച് ഓയിൽ അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്നതൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ കൂടെ ഓയിലിനെ കൊടുക്കാം. 1-2 ഡ്രോപ്സ് കൊടുക്കുക. പിന്നെ ഇതാ ഇവിടെയുണ്ട് ഹോൾസ്. അപ്പോൾ എല്ലാ ഹോൾസും ഒന്ന് കുത്തി നോക്കുക, ഇറങ്ങി പോകുന്നതാണെങ്കിൽ പൊക്കോളും. പിന്നെ ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുക. അവിടെ ഒരു ബോൾ പോലത്തെയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഞെക്കി കൊടുത്തിട്ട് വേണം അതിൽ കൂടെ ഓയിലിനെ വിടാനായിട്ട് കേട്ടോ. പിന്നെ ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ മെഷീൻ്റെ ഉള്ളിൽ പൊടി ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേയില്ല അതിൻ്റെ ഉള്ളിൽ ഇത്രയും അധികം പൊടി ഇരിക്കുന്നുണ്ടാവും എന്നുള്ളത്. 2 സ്ക്രൂസ് ഉണ്ട്, അത് രണ്ടും ഊരിക്കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഇങ്ങോട്ട് എടുക്കാം. അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് അവസ്ഥ, കണ്ടോ, നിറയെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പൊടി. അപ്പം നിങ്ങൾ ഒരു എന്താ പറയുക, ബ്രഷ് വെച്ചിട്ട് നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യുന്ന ടൈപ്പ് ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ബ്രഷിനെ കയറ്റിയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ക്ലോത്ത് വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കൈ കടക്കണ ഒരു ലിമിറ്റിൽ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ പൊടികൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അധികം ആരും ചിലപ്പോൾ ഇത് വീട്ടിൽ ചെയ്യുന്നവരിത് അഴിച്ച് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഊരിയെടുത്തോളൂ കേട്ടോ. ഊരിയെടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ ആ വീല് കറക്കി നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലങ്ങൾ ജോയിൻറ്റ്സ് അനങ്ങും. അതായത് ആ തിരിയുന്ന പോയിൻറ്റ്സ് ഉണ്ടാവല്ലോ, അതൊക്കെ അനങ്ങും. അങ്ങനത്തെ ആ ജോയിൻറ്റുകളിലൊക്കെ നമ്മൾ ഓയിൽ എന്തായാലും കൊടുക്കണം. ഓക്കെ, കൊടുക്കുമ്പോഴാണ് മെഷീൻ തിരിയുന്ന സമയത്ത് നമുക്ക് എല്ലാ പോർഷൻസിലേക്കും ഓയിൽ സ്പ്രെഡായിട്ട് എത്തുള്ളൂ. കാരണം നമ്മൾ ഡെയിലി ഒന്നും ഓയിൽ കൊടുക്കുന്നില്ല, വീക്കിലി വൺസാണ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ പോർഷനിലും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടോ, അവിടെ അനക്കി നോക്കി നമുക്ക് കാണാൻ പറ്റും ഈ പോർഷൻസൊക്കെ ഇങ്ങനെ അനങ്ങുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഓയിൽ കൊടുക്കണം. ഓയിൽ കൊടുത്താൽ മാത്രമാണ് നല്ല സ്മൂത്തായിട്ട് മെഷീൻ റൺ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കൊടുക്കുക. അത് കൊടുത്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം
നമുക്ക് ആ ഒരു ബാക്ക് ടു നമ്മൾ ഊരിയെടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനത് വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിന് ഓയിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് വെച്ച് ഞാൻ എന്താ അവിടെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 2 സൈഡിലും സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മെഷീൻ്റെ ഒരുവിധം ഊരാനും അടയ്ക്കാനൊക്കെയുള്ള സംഭവങ്ങൾ ഈ സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ നമുക്കിത് മേടിക്കുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അതെല്ലാവരുടെയിലും ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഇതാ ഈ ടെൻഷൻ നമ്മൾ ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഊരിയെടുത്തിട്ട് എടുത്ത രീതിയിൽ തന്നെ നമ്മളിതിനെ തിരിച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് ഇതായി പോകും. അപ്പോൾ ഇതിലധികം പൊടി ഇതും ഇല്ല. ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ഞാൻ അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാതെ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യാനും പാടില്ല, ലൂസായിട്ട് ഫിറ്റ് ചെയ്യാനും പാടില്ല. ടൈറ്റ് ആയാലും ലൂസായാലും നമ്മുടെ സ്റ്റിച്ചസ് കറക്റ്റായിട്ട് വരില്ല. അതൊരു എന്താ പറയുക, ഒരു മിഡിലായിട്ട് നിൽക്കണം. ലൂസാവാനോ ടൈറ്റ് ആവാനോ പാടില്ലാത്തൊരു ലെവലിൽ വേണം നിങ്ങളിതിനെ നിർത്താനായിട്ട്. ഓക്കെ, അതാണ് നമ്മൾ ടെൻഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്കതിലും കുറച്ച് ഓയിൽ കൊടുക്കാം. ഇനി മുകൾ ഭാഗത്ത് ഇതായി കാണുന്ന എല്ലാ പോയിൻറ്റ്സിലും നിങ്ങൾ ഓയിൽ കൊടുക്കാനുള്ളതാണ്. ഓയിലിന് എഴുതി വെച്ചിട്ടുണ്ടാവും, എഴുതാത്ത കുറേ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഒന്ന് ഓയിൽ കൊടുക്കുക. ഓയിൽ കൊടുത്തതിന് ശേഷം എക്സസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ലോത്ത് വെച്ചതൊക്കെ വൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഞാൻ എല്ലാ സൈഡിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട് കുറച്ച് ഒരു ഹോൾസൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ നമുക്കൊരു റൗണ്ടിലൊരു സംഭവമുണ്ട്. നമുക്കവിടെ മോട്ടർ ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ആ ഒരു സ്പേസിൽ, ആ സ്പേസിൽ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഞാനപ്പോൾ സൈഡിൽ കൂടെ കൊടുക്കുക ചെയ്തിട്ടുള്ള, ബാക്കിൽ ഊരിയിട്ടില്ല. സൈഡിൽ കൂടെയും അതുപോലെ തന്നെ താഴെ നമ്മൾ വെച്ച സമയത്ത് നോക്കിയായിരുന്നല്ലോ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഓയിൽ കൊടുത്ത് സെറ്റാക്കാം. ഇത്രയും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ താഴോട്ട്, ഇപ്പോൾ നമ്മൾ മോട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് ഈ സൈഡിലുള്ള കാര്യങ്ങളും അതുപോലെ താഴത്തെ ഇതിൻ്റെ ചക്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മെഷീൻ അത്യാവശ്യം നല്ല ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ ആ ഫൂട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് സൂചീനെ അതുമേക്ക് കുത്തി ഇറക്കി വെക്കുക. എക്സസ് എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് ആ തുണിയിലേക്ക് വന്ന് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്